നമസ്കാരം, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എയ്ഡ്സിനുള്ള വാക്സിൻ വികസിപ്പിച്ചെടുത്തു. വാക്സിൻ നിർമ്മിച്ചത് പശുവിന്റെ ശരീരത്തിലെ പ്രതിരോധ ദ്രവ്യത്തിൽ നിന്ന്. കുട്ടികളുടെ ജന്മനാലുള്ള ശ്രവണ വൈകല്യം കണ്ടെത്തുന്നതിന് ഒരു ഉപകരണം കണ്ടെത്തി ഗവേഷകർ. പബ്ലിക് ഹെൽത്ത് നഴ്സുമാർക്ക് ഗ്രേഡിംഗ് ഏർപ്പെടുത്താനുള്ള നീക്കം. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടി പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനത്തിന്റെ താളം തെറ്റിച്ചേക്കും. എയ്ഡ്സിനുള്ള വാക്സിൻ പശുവിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത് ഗവേഷകർ. പരീക്ഷണം വിജയകരമാണെന്ന് ഗവേഷകർ. പശുവിന്റെ ശരീരത്തിലെ ആന്റിബോഡിയിൽ നിന്നാണ് എയ്ഡ്സിനുള്ള വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത്. ശരീരത്തിലെ ആന്റിബോഡികളെ നിർവീര്യമാക്കി പ്രതിരോധശേഷി നശിപ്പിക്കുന്നതാണ് എയ്ഡ്സിനെ മാരകമാക്കുന്നത്. എന്നാൽ പുതിയ വാക്സിൻ ഉപയോഗിച്ച് പശുവിൽ നടത്തിയ പരീക്ഷണത്തിൽ ആന്റിബോഡികൾ കൂടുതൽ കരുത്താർജിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യനിൽ ഈ വാക്സിൻ പരീക്ഷണം വിജയകരമായി കണ്ടെത്തിയാൽ എയ്ഡ്സിനെ തടയാനാകുമെന്നാണ് കണ്ടെത്തൽ. ഡെങ്കിപ്പനിയും അതിന്റെ അപകടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ ഡെങ്കിപ്പനി? ആക്ച്വലി ഡെങ്കു അല്ല, ഡെങ്കെ എന്നാണ് പറയുന്നത്. ഡെങ്കപ്പനി 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ തന്നെ ലോകത്തുണ്ട് ആക്ച്വലി. പക്ഷേ ഇപ്പം ഫ്രീക്വൻസി കൂടാനുള്ള കാരണം, പണ്ട് ഒരു ആളെ ഉണ്ടായിരുന്നുള്ളതെങ്കിൽ, ഒരു 100 പേരിൽ ഒരാളെ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊതുക് ഒരാളെ കടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഏകദേശം ഒരു 100 ആൾക്കാരിൽ 70ഓളം ആൾക്കാരെ കടിക്കുന്നുണ്ട്. 70 പേർക്ക് ഡെങ്കു ഉണ്ടെങ്കിൽ അത്രയും ആളുകൾ തന്നെ ഡെങ്കു പകരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ പകർത്താനുള്ള ഒരു ആളുകളായി മാറുകയാണ്. അതുകൊണ്ടാണ് ഡെങ്കു ഇത്രയധികം സ്പീഡിൽ സ്പ്രെഡ് ആവാനുള്ള കാരണം. ഡെങ്കുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡെങ്കു ഒരു ഫ്ലാവി വൈറസ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ വരുന്ന ഒരു തരം പനിയാണ്. ഈ ഫ്ലാവി വൈറസ് വേറെ ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്നുണ്ട്. യെല്ലോ ഫീവർ നിങ്ങൾ കേട്ടാണ്. സിക്ക വൈറസ് എന്നുള്ള സാധനം. സിക്ക വൈറസ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു അപകടകരമായ ഒരു വൈറസാണ്. അതും ഫ്ലാവി വൈറസ്, സെയിം കൊതുക് തന്നെ പകർത്തുന്ന വൈറസാണ്. ഇപ്പോൾ അഹമ്മദാബാദിലൊക്കെ ഏകദേശം 3-4 കേസുകൾ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും കൊതുകുകൾ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള മാരകമായ രോഗങ്ങൾ ഇനിയും നമുക്ക് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡെങ്കു പനി ഏകദേശം സ്പ്രെഡ് ചെയ്യുന്നത് 2 കൊതുകുകൾ തമ്മിലാണ്. ഏഡീസ് ഈജിപ്റ്റിയും ഏഡീസ് ആൽബോപ്റ്റിക്കസ് എന്ന് പറഞ്ഞ 2 തരം കൊതുകുകളാണ് ഡെങ്കു പനി പകർത്തുന്നത്. ഓക്കെ ഡോക്ടർ, ഈ പനി സാധാരണമായി എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ്. ശരിക്കും ഈ പനിയിൽ നിന്നും ഈ ഡെങ്കു ഫീവറിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ, ആക്ച്വലി ഡെങ്കുവിന് വേറൊരു പേരുണ്ട്, ബ്രേക്ക് ബോൺ ഫീവർ. ആ ഒരു പേരിൽ തന്നെ നമുക്ക് പനിയുടെ അല്ലെങ്കിൽ ആ ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ നമുക്കറിയാൻ പറ്റും. ബ്രേക്ക് ബോൺ, അപ്പം ബോൺ പൊട്ടുന്ന തരത്തിലുള്ള വേദന ഉണ്ടാവും. അപ്പം ഞങ്ങൾ സാധാരണ ഡോക്ടേഴ്സിനെയൊക്കെ പഠിപ്പിക്കുന്നത് ഹാമർ എന്നുള്ള ന്യൂമോണിക് വെച്ചാണ്. അപ്പം ഹാമറിനകത്ത് H സ്റ്റാൻഡ്സ് ഫോർ എന്തെങ്കിലും തരത്തിലുള്ള തലവേദന, ശക്തമായ തലവേദന, സാധാരണ പോലെ അല്ലാത്ത ഒരു തലവേദന ഉണ്ടാകുക, അതാണ് H. A എന്ന് പറയുമ്പോൾ ആർത്രാൾജി, അതായത് ജോയിൻറ്റ് പെയിൻസ്, നമ്മുടെ സന്ധികൾക്കുള്ള വേദന. M എന്ന് പറയുമ്പോൾ മയാൾജിയ, അതായത് മസിൽസിനുള്ള നല്ല വേദന കാരണം ഉണ്ടാകുന്ന വേദന. പിന്നെ അടുത്ത R എന്ന് പറയുമ്പോൾ റാഷസ്, നമ്മുടെ ബോഡിയിൽ ചുമന്ന തരത്തിലുള്ള തടിച്ച തരത്തിലുള്ള റാഷസും. അതിൻ്റെ കൂടെ വേറൊരു R എന്ന് പറഞ്ഞാൽ റിട്രോ ഓർബിറ്റൽ പെയിൻ, അതായത് കണ്ണിൻ്റെ പുറവശത്തായിട്ട് ശക്തമായ വേദന. ഇതിൽ ഏതെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ഡെങ്കു ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോൾ ഡെങ്കിപ്പനി കൂടുതലായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ശരിക്കും കൊതുക് വഴിയല്ലാതെ ഇത് പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ആക്ച്വലി ഡെങ്കു പടർത്തുന്ന 2 തരം കൊതുക്. പണ്ട് നമ്മൾ ഏഡീസ് ഈജിപ്റ്റി മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അത് പകൽ സമയത്ത് കടിക്കുന്ന കൊതുകുകളാണ്. ഏഡീസ് ആൽബോപ്റ്റിക്കസ് എന്ന് പറഞ്ഞ പിന്നെ കൊതുകുകളും അത് പകർത്തുന്നുണ്ട്. ഇത് കൂടാതെ ഡെങ്കു നമുക്ക് 15 ദിവസമാണ് ആക്ച്വലി ബോഡിയിൽ വന്നതിന് ശേഷം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡ്. അപ്പോൾ ആ ടൈം പീരീഡിലാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കിപ്പം ഒരു ഡെങ്കു ഉണ്ട്, 15 ദിവസത്തിൻ്റെ അകത്ത് ഞാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെങ്കു കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കൂടാതെ അവസാന നാളുകളിൽ, അതായത് ഗർഭിണിയായിട്ടുള്ള അവസാന നാളുകളിൽ അവർക്ക് ഡെങ്കു ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അങ്ങനെയുള്ള ട്രാൻസ്മിഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഡെങ്കു അപകടകാരിയാകുന്നത് ശരിക്കും എപ്പോഴാണ്?
ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, ഈ ഹാമർ എന്നുള്ള ന്യൂമോണിക്ക് അതാണ് സാധാരണ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ആക്ച്വലി വീട്ടിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിൽ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ച് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്താൽ മാറുന്ന ലക്ഷണങ്ങളാണ്. അതുകൂടാതെ ഏകദേശം 10 ലക്ഷണങ്ങളുണ്ട്. ഈ 10 ലക്ഷണങ്ങളാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒരു ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. ആ 10 ലക്ഷണങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഛർദ്ദിക്കുക, അതായത് ഒന്നിലധികം പ്രാവശ്യം ഛർദ്ദിക്കുക, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കൂടുതൽ ക്ഷീണം, നമുക്കൊട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം, പെട്ടെന്നുണ്ടാകുന്ന ശ്വാസം മുട്ടൽ, തലകറക്കം, തൊലി തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കാലിലെയും കയ്യിലെയും തൊലി തൊട്ട് നോക്കുമ്പോൾ വളരെയധികം തണുത്തിരിക്കുക കൈ, പിന്നെ തലകറക്കം, പിന്നെ അപസ്മാരം പോലെ വരിക, കണ്ണ് മഞ്ഞളിക്കുക, ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക. ഡോക്ടർ, ഇപ്പോൾ ഒരു രോഗി ആശുപത്രിയിൽ പനിയാണെന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അത് ഡെങ്കിപ്പനിയാണോ, ഡെങ്കു ഫീവർ ആണോ എന്ന് അറിയാനായി എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഇപ്പം പറഞ്ഞ ഹാമർ എന്നുള്ള സിംറ്റംസ് ഉള്ള എല്ലാ പേഷ്യൻസുകളും നമ്മൾ ഡെങ്കു ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെങ്കു ഔട്ട് ബ്രേക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിൻ്റെ അകത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ 300ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ള എല്ലാ പേഷ്യൻറ്റുകളും നമ്മൾ സാധാരണ ബ്ലഡ് റൊട്ടീൻ ടെസ്റ്റ് വിടും. ബ്ലഡ് റൊട്ടീൻ്റെ അകത്ത് കൗണ്ട് നോക്കും, ടോട്ടൽ കൗണ്ട് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവുണ്ടെങ്കിൽ അത് ഡെങ്കു ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല അതിൻ്റെ സ്പെസിഫിക് ടെസ്റ്റ് 2-3 ടെസ്റ്റുകളുണ്ട്. NS1 എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അതായത് നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഡെങ്കു കയറുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള റെസ്പോൺസ് ആണ് NS1 എന്നുള്ളൊരു സാധനം പുറത്ത് വരുമ്പോൾ ആ ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് NS1. അതാണ് ആദ്യത്തെ 5 ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് NS1. അതിനുശേഷം MAC-IgM ടെസ്റ്റ് എന്നൊരു ടെസ്റ്റുണ്ട്, അതായത് IgM ആൻറ്റിബോഡി ക്യാപ്ചർ ടെസ്റ്റ് എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള പനികൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ IgM ടെസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് ഒന്നുണ്ട്, പിന്നെ ബ്ലഡ് കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് NS1ഉം IgM ടെസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ ഡെങ്കു ഉള്ള പേഷ്യൻറ്റുകൾ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അകത്ത് തന്നെ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്, ടോർണിക്കേറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റ്. അതായത് നമ്മുടെ കയ്യിൽ BP കഫ് കെട്ടി കുറച്ച് BP പ്രഷർ കൂട്ടി കൈ വെച്ച് ഒരു 10 മിനിറ്റ് ആ BP പ്രഷർ വെച്ചിട്ട് ഹൈ പ്രഷറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം BP കഫ് ഊരി കഴിയുമ്പോൾ എന്തെങ്കിലും ചുമന്ന തടിപ്പ് ആ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടോ, 20ൻ്റെ മേളിലുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റ് കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ്. അങ്ങനെയൊക്കെ പറയുന്ന പല ചെറിയ ടെസ്റ്റുകളും ഇത് കൂടാതെ നമ്മളുണ്ട്. ഡോക്ടറെ, ശരിക്കും ഈ കൗണ്ട് കുറയുന്നതാണല്ലോ ഈ ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാന അപകടം എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഈ കൗണ്ട്? എപ്പോഴാണ് ബ്ലഡ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്? ഇത് ആക്ച്വലി ജനങ്ങൾക്ക് വളരെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ടോട്ടൽ കൗണ്ട് കുറയുന്ന പനിയാണ് ഡെങ്കു. പക്ഷേ എന്നാലും കൗണ്ട് അല്ല ആക്ച്വലി ഡെങ്കുവിൽ ഏറ്റവും പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും ഉണ്ടെങ്കിലാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടത്. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എപ്പോഴാണ് എല്ലാവരും 1 ലക്ഷത്തിന് താഴെ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1.5 ലാക്സിൻ്റെ മേളിലാണ്. അപ്പോൾ അതിന് താഴെ എത്തിക്കഴിഞ്ഞാൽ 1.3 അല്ലെങ്കിൽ 1 ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി അവർക്ക് ബ്ലഡ് അടയ്ക്കാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് ഫോഴ്സ് ചെയ്യുന്ന ഒത്തിരി രോഗികൾ ഞങ്ങളുടെ ഉണ്ട്. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ശരിക്കും ഗൈഡ് ലൈൻസ്, ഞാൻ പറയുന്ന എല്ലാ ഇതും ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. 10,000 താഴെ ആണെങ്കിൽ മാത്രമേ പ്ലേറ്റ്ലെറ്റ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അഥവാ 20,000 താഴെ ഒരു പേഷ്യൻറ്റ് ബ്ലീഡിംഗ് ആയിട്ട് വന്നാൽ മാത്രം നമുക്ക് പ്ലേറ്റ്ലെറ്റ് അടയ്ക്കേണ്ടി വരും. ഇപ്പം കൂടുതൽ പേര് 50,000-ലും 60,000-ലും പ്ലേറ്റ്ലെറ്റ് അടയ്ക്കുന്നത് കാരണം അർഹമായ പേഷ്യൻസിന് ഇപ്പം പ്ലേറ്റ്ലെറ്റ് കിട്ടാതെ വരികയാണ്. അപ്പോൾ അതൊരു വളരെ തെറ്റായ ധാരണയാണ്. പ്ലേറ്റ്ലെറ്റ് എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്നുള്ളൊരു ധാരണ തെറ്റാണ്. 10,000-ൽ താഴെ ആയാൽ മാത്രമേ പ്ലേറ്റ്ലെറ്റ് ശരിക്കും അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇങ്ങനെ വരുന്നൊരു രോഗി, ആശുപത്രിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു വരുന്നൊരു രോഗി ഇപ്പോൾ ബ്ലഡ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കുന്നതൊക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മരണസംഖ്യ ഉയരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഡെങ്കുവിൻ്റെ കൗണ്ടുമായിട്ടുള്ള ബന്ധം. കൗണ്ട് ആക്ച്വലി നമ്മുടെ പ്രതിരോധ ശക്തിയെ ജസ്റ്റ് കാണിക്കുന്ന ഒരു ലക്ഷണം മാത്രമാണ്. അത് കൂടാതെ നമ്മൾ ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ച രീതി എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ഡെങ്കു സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഡെങ്കുവിൻ്റെ കൂടെ കുറച്ച് അസുഖങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ 10 ലക്ഷണങ്ങൾ തന്നെയാണ്, രോഗികൾ അറിഞ്ഞിരിക്കേണ്ട അത്രയും മാത്രമാണ്. പക്ഷേ ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം, എക്സ്പാൻഡഡ് ഡെങ്കു സിൻഡ്രോം EDS എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ കൂടെ ആക്ച്വലി ബ്രെയിനിലാണെങ്കിൽ എൻസെഫലൈറ്റിസ് പോലുള്ള അസുഖം, അത് അപസ്മാരമായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യും. വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരിക. ഹാർട്ടിലാണെങ്കിൽ മയോകാർഡൈറ്റിസ്, അതായത് ഹാർട്ട് ഫെയിലിയർ, ശ്വാസം മുട്ടലായിട്ട് പേഷ്യൻറ്റ് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരിക.
പിന്നെ കരൾ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കിഡ്നിയിൽ റീനൽ ഫെയിലിയർ ഉണ്ട്, അത് മൂത്രത്തിൻ്റെ അളവ് കുറയുക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ 10 ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക. അത് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഈ കൗണ്ട് മാത്രമല്ല ശരിക്കും നോക്കണം, ഈ 10 ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷണം പേഷ്യൻറ്റിനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കു ആക്ച്വലി മരണം സംഭവിക്കാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഡോക്ടർ, ഈ ഡെങ്കിപ്പനി ശരിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. മറ്റേതെങ്കിലും അവയവത്തെ ഈ ഡെങ്കുപ്പനി ബാധിക്കുമോ? ഞാനിപ്പോൾ പറഞ്ഞതല്ലോ, എക്സ്പാൻഡഡ് ഡെങ്കു സിൻഡ്രോം, EDS എന്ന് ഇപ്പം ഹാർട്ടിനാണെങ്കിൽ മയോകാർഡൈറ്റിസ്, അതുപോലെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം, കിഡ്നിയിലാണെങ്കിൽ റീനൽ ഫെയിലിയർ, ബ്രെയിനിലാണെങ്കിൽ എൻസെഫലൈറ്റിസ്, പാങ്ക്രിയാസിൽ ഇൻഫ്ലമേഷൻ വരാം, പാങ്ക്രിയാറ്റൈറ്റിസ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം ഡെങ്കു എന്ന് പറയുന്നതിന് ട്രീറ്റ്മെൻറ്റ് വളരെ ചുരുക്കമാണ്, വളരെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് മാത്രമേ അതിന് ചെയ്യാനുള്ളൂ. അത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് ഡെങ്കു ബോഡിയിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നൊരു അസുഖമാണ്. അപ്പം ബാക്കിയുള്ള ഇതുപോലുള്ള എക്സ്ട്രാ അസുഖങ്ങൾ ഇതിനോട് അസോസിയേറ്റഡ്, ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഹാർട്ടിന് അസുഖമുള്ള ഒരാളാണ് ഡെങ്കു ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ ഡെങ്കുവിൽ ഈ മയോകാർഡൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ ഡോക്ടർ, എന്താണ് ഈ ഡെങ്കു ഹെമറാജിക് ഫീവർ? അതിനെപ്പറ്റി ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് 2 കോംപ്ലിക്കേഷനാണ് ശരിക്കും ഡെങ്കു ആസ് സച്ച് ഉണ്ടാകുന്നത്. ഡെങ്കു ഹെമറേജിക് ഫീവറും ഡെങ്കു ഷോക്ക് സിൻഡ്രോം. അത് ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഹാമർ ലക്ഷണവും അതിൻ്റെ കൂടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1,00,000 താഴെ പോവുകയും ഏതെങ്കിലും തരത്തിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു രക്തം നമ്മുടെ ബോഡിയിൽ ലീക്ക് വരിക, അല്ലെങ്കിൽ രക്തം വരിക. അതിൻ്റെ കൂടെ നമ്മൾ PCV എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അതായത് നമ്മൾ പാക്ഡ് സെൽ വോളിയം അല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ് കൗണ്ട് എന്നൊരു സാധനമുണ്ട്. അത് രക്തത്തിൽ 20% കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, ഇത്രയും ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഡെങ്കു ഹെമറേജിക് ഫീവർ എന്ന് പറയും. ആ പേഷ്യൻറ്റുകൾ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. നമ്മൾ കൗണ്ട് നോക്കും, 20,000 താഴെയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 10,000 ഒരു സിംറ്റവും ഇല്ലാത്തൊരു പേഷ്യൻ്റാണ്. ഈ ഡെങ്കു ഹെമറേജിക് ഫീവർ 20,000 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റിനെ കുറിച്ചും കുറച്ച് പറയണം. കാരണം പ്ലേറ്റ്ലെറ്റ് 3 തരത്തിലുള്ള പ്ലേറ്റ്ലെറ്റാണ് ഇപ്പം അവൈലബിൾ. സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ്, റാൻഡം ഡോണർ പ്ലേറ്റ്ലെറ്റ്, പിന്നെ ബഫി കോട്ടഡ് പൂൾഡ് പ്ലേറ്റ്ലെറ്റ്. അങ്ങനെ 3 തരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. ഈ സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ O പോസിറ്റീവ് ആണെങ്കിൽ O പോസിറ്റീവ് ആൾക്കാരുടെ നിന്ന് തന്നെ എടുക്കുന്ന പ്ലേറ്റ്ലെറ്റിനെയാണ് സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്കിപ്പം പ്ലേറ്റ്ലെറ്റ് അടയ്ക്കണമെങ്കിൽ ഒരാളുടെ പ്ലേറ്റ്ലെറ്റ് തന്നെ ഇപ്പം O പോസിറ്റീവ് ആണെങ്കിൽ അതേ ആ O പോസിറ്റീവിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 1 പൈൻറ്റ് മതിയാവും. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, ഇത്ര അധികം ഡെങ്കു ഔട്ട് ബ്രേക്ക് വരുമ്പം നമുക്ക് അങ്ങനെ ഒന്നും ചെയ്ത് ഒരേ ഗ്രൂപ്പ് തന്നെ കിട്ടണമെന്ന് പറ്റില്ല ചിലപ്പം. അപ്പോൾ പല ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്ന ആണെങ്കിലും മതി. അതിനാണ് റാൻഡം ഡോണർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പേഷ്യൻ്റാണ് ഞാൻ സിംഗിൾ ഡോണറിൽ പറഞ്ഞത്. പക്ഷേ റാൻഡം ഡോണർ ആണെങ്കിൽ നമുക്ക് 5 അല്ലെങ്കിൽ 6 ആൾക്കാർ കൊടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് ഒരാളെ അതേ സെയിം ബ്ലഡ് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഡിഫറൻറ്റ് ഗ്രൂപ്പിലുള്ള 6-7 പേരെ അറേഞ്ച് ചെയ്താലും നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ദയവായി തുടരുക. ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. ഡോക്ടർ, ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ ഡെങ്കിപ്പനിയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഡെങ്കു ഫീവർ, അതായത് ആദ്യം പറഞ്ഞ ഹാമർ ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഡിറ്റക്റ്റ് ചെയ്യുക, ഹോസ്പിറ്റലിൽ വന്ന് ഡെങ്കു ആണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം നമുക്ക് ഡെങ്കുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് റെസ്റ്റാണ് എടുക്കേണ്ടത്. അത് കൂടാതെ ബോഡി ഫ്ലൂയിഡ്സ്, നമ്മൾ ഫ്ലൂയിഡ് കൂട്ടുക, നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുക. നമ്മൾ സാധാരണ 2 ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ അതിന് പകരം 4 ലിറ്റർ വെള്ളം കുടിക്കുക. അപ്പോൾ ഇതറിയണമെങ്കിൽ ആദ്യം ഡെങ്കുവിന് ആക്ച്വലി 3 സ്റ്റേജിലാണ് ഡെങ്കു ഉണ്ടാകുന്നത്.
ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫെബ്രൈൽ ഫേസ്, അതായത് പനി മാത്രമേ ആ പേഷ്യൻറ്റിന് കാണുകയുള്ളൂ. അതൊരു ആദ്യത്തെ ദിവസം മുതൽ 4 ദിവസം വരെയാണ് ഫെബ്രൈൽ സ്റ്റേജ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് ഇച്ചിരി ഡേഞ്ചറസ് സ്റ്റേജ്, അതാണ് ക്രിട്ടിക്കൽ ഫേസ്. അത് ഒരു 3 ദിവസം മുതൽ 7 ദിവസം വരെയാണ് ആ പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. ഈ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാതെയും നമ്മൾ ആഹാരം കഴിക്കാതെ, പനിയാകുമ്പം നമുക്കറിയാം വെള്ളം കുടിക്കുന്ന കുറയും, ആഹാരം കഴിക്കുന്ന കുറയും. അപ്പോൾ കൂടുതൽ ഈ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ അവസ്ഥയിൽ ഈ 3 to 7 days ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രിട്ടിക്കൽ ഫേസ്. അല്ലെങ്കിൽ ഈ സമയത്താണ് കാപ്പിലറി ലീക്കേജ് വരുന്നത്, അതായത് BP കുറയാനുള്ള ചാൻസും ഇതുപോലുള്ള കോംപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 5th to ഒരു 1 week 1.5 weeks വരെ വരുന്നതാണ് റിക്കവറി ഫേസ് എന്ന് പറയും. ഈ ഫേസ് ആക്ച്വലി വലിയ കുഴപ്പമില്ല, നമ്മൾ ബോഡി റെസ്റ്റ് എടുത്താൽ മാത്രം മതിയാവുന്ന സ്റ്റേജാണ്. അപ്പം ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ ആദ്യം ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം പാരസെറ്റമോൾ മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. കാരണം വൈറസിന് ആൻറ്റിബയോട്ടിക് കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിന് ആൻറ്റിബയോട്ടിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇതൊരു വൈറസ് ഇൻഫെക്ഷനാണ്. വൈറസ് ഇൻഫെക്ഷന് നമ്മൾ പ്രത്യേകം മരുന്ന് കൊടുക്കേണ്ട, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ അത് ധാരാളം വെള്ളം കുടിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡെങ്കു ഫീവർ പ്രതിരോധിക്കാൻ പറ്റും. എന്തെങ്കിലും കാരണത്തിൽ ഇപ്പോൾ 10 ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ലക്ഷണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഹോസ്പിറ്റലിൽ എല്ലാ ഡെങ്കു ഫീവറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൗണ്ട് ഒരിക്കലും ട്രീറ്റ്മെൻറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനമാണ്. കാരണം കൗണ്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പിക്ക് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞ ആ കൗണ്ടിൻ്റെ ആ ലെവലാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു 30,000 ആകുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നോളൂ, 20,000-ന് താഴെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ. അതുവരെ നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖമാണ് ഡെങ്കു. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ മിക്ക ആളുകൾക്കും ഉള്ളൊരു സംശയമാണ് ഈ പപ്പായയുടെ ഇല അരച്ച് കഴിച്ചാൽ ഈ കൗണ്ട് കൂട്ടാൻ സാധിക്കും എന്നുള്ളത്. ശരിക്കും ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതൊരു തെറ്റായ ധാരണയാണ്. ആക്ച്വലി ഞാൻ പല മെസ്സേജും കിട്ടുന്നുണ്ട്, ഇപ്പം പപ്പായ ഇല ഒരു ഒറ്റമൂലിയാണ്, ഞങ്ങളൊരു ഒറ്റമൂലി കണ്ടുപിടിച്ചു. ഇത് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസിൽ, അതായത് ലോകം മൊത്തം ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസിൽ ഇതുവരെ ഒരു ഒറ്റമൂലിയും ഡെങ്കുവിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പപ്പായ ഇല കഴിച്ച് വാ പൊള്ളി ഒത്തിരി പേഷ്യൻസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ് പപ്പായ ഇല കഴിച്ച് പ്ലേറ്ററ്റ് കൂട്ടാമെന്ന് പറയുന്നത്. ഫ്രൂട്ട്സിന് എന്തായാലും ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കഴിവുണ്ട്, അത് നിങ്ങൾക്ക് അല്ലാതെ അറിയാവുന്ന കാര്യമാണ്. ഏത് അസുഖം വന്നാലും ഫ്രൂട്ട്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂടുകയും പെട്ടെന്ന് അസുഖം മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. പക്ഷേ പപ്പായയുടെ ഇല ഒരു തെറ്റായ ധാരണയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വാ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ കൃത്യമായി കഴിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റായ ധാരണയാണ്, അതൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. ഓക്കെ ഡോക്ടർ, ഈ ഡെങ്കിപ്പനി വരാതിരിക്കാൻ ഡോക്ടർക്ക് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ആക്ച്വലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ഇൻ ദ ഹ്യൂമൻ മാൻകൈൻഡ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് ഈ പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കൊതുക് വെള്ളം കെട്ടിക്കിടന്ന് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഔട്ട് ബ്രേക്സ് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ വീടെങ്കിലും ക്ലീനായിട്ട് വെച്ച് ഇതുപോലുള്ള വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക, വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല. ഈ ചിലപ്പോൾ ഫ്ലവർ പോട്ട്സിൻ്റെ അടിയിൽ കിടക്കുന്ന ക്ലീനായിട്ടുള്ള വെള്ളത്തിൽ തന്നെ മുട്ടയിട്ട് പെരുകാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം എന്തെങ്കിലും ഡെങ്കു കൊതുക് ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറി പോയിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ കൊതുക് വല ഇട്ട് തന്നെ കിടന്നുറങ്ങുക. പിന്നെ മോസ്കിറ്റോ റിപ്പലൻസ് ഉണ്ട്, പിക്കാർഡിൻ DET എന്നൊക്കെ പറഞ്ഞ് മോസ്കിറ്റോ റിപ്പലൻ്റ് അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. അത് തേച്ച് കിടന്നുറങ്ങുക, അപ്പോൾ അപ്പം കൊതുക് കടിക്കാതിരിക്കും. പിന്നെ വേറൊരു ആർക്കും അറിയാത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡെങ്കു ആക്ച്വലി AC വെൻറ്റിലൊക്കെ മുട്ടയിട്ട് അവിടെ ഇരിക്കാം. അതായത് ഇപ്പം നനവ് എപ്പോൾ ഉണ്ടാവുമോ 6 മാസം വരെ ഈ മുട്ടയ്ക്ക് അവിടെ അലൈവായിട്ടിരിക്കാൻ പറ്റും. അപ്പം മുട്ട എപ്പോഴാണോ കോണ്ടാക്ട് വരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടയറിലൊരു വെള്ളം കെട്ടി കിടന്നു, നമ്മളത് ക്ലീൻ ചെയ്തു വെള്ളം എടുത്ത് ഒഴിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ് ഡെങ്കു അവിടെ ഇല്ലെന്നല്ല നമുക്ക് 100% പറയാൻ പറ്റില്ല. എപ്പോഴാണോ ആ ടയറിൽ വീണ്ടും വെള്ളം നിറയുന്നത്, ആ മുട്ട വീണ്ടും ആക്റ്റീവായി അപ്പം വീണ്ടും വിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം 2% ഗ്ലൂട്ടാർഡിയൽഡ് അല്ലെങ്കിൽ 70% എത്തനോൾ എന്നൊക്കെ പറഞ്ഞ് സൊല്യൂഷൻസ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നമ്മൾ ആ ടയറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മുട്ട അപ്പം തന്നെ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡ്രൈ ഡേ എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഡെങ്കിപ്പനിയും അതിൻ്റെ അപകടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.
മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പബ്ലിക് ഹെൽത്ത് നഴ്സ് വിഭാഗം ജീവനക്കാരുടെ കാര്യക്ഷമത വിലയിരുത്തി ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം വിവാദമാകുന്നു. ഓരോ ദിവസത്തെയും പ്രവൃത്തി വിലയിരുത്തി നഴ്സുമാരെ 4 തരംതിരിക്കാനാണ് കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പ് ഓഫീസർ സർക്കുലർ പുറത്തിറക്കിയത്. ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാതെ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഏർപ്പെടുത്തിയ നടപടി പകർച്ചപ്പനി പടരുമ്പോൾ എടുക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചേക്കും. പബ്ലിക് ഹെൽത്ത് നഴ്സ് വിഭാഗം ജീവനക്കാരുടെ കാര്യക്ഷമത വിലയിരുത്താനായി ജീവനക്കാരെ വിവിധ തരത്തിൽ തരംതിരിക്കാനുള്ള കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പ് ഓഫീസറുടെ സർക്കുലറാണ് വിവാദമായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിലെ പബ്ലിക് ഹെൽത്ത് സൂപ്പർവൈസർ, നഴ്സ് എന്നിവരുടെ യാത്രാ റിപ്പോർട്ടും ഫീൽഡ് ഡയറിയും മറ്റ് അനുബന്ധ രജിസ്റ്ററുകളും ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർമാർ പരിശോധിക്കണമെന്നാണ് ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ, നല്ല പ്രവർത്തനം നടത്തിയവർ, ശരാശരി, മോശം, വളരെ മോശം എന്നിങ്ങനെ 5 തരംതിരിക്കാനാണ് നിർദ്ദേശം. ഇത് സംസ്ഥാനത്തെ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ആക്ഷേപം. ഈ ഗ്രേഡിംഗ് കൊണ്ടുവന്ന് ജീവനക്കാരെ മനസ്സിന്റെ ഒരു ധൈര്യം അല്ല ഒരു ആത്മവീര്യം നഷ്ടപ്പെടുത്തുകയാണ് ശരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. എന്നാൽ ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കുന്നത്. വർക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമായിരിക്കാം. നമ്മളുടെ ഗ്രേഡിന് ഉദ്ദേശിച്ചത് അവരെ മോശക്കാരായി ചിത്രീകരിക്കാനല്ല. നന്നായിട്ട് ഫീൽഡിൽ പോയി നന്നായിട്ട് ഡയറി എഴുതുന്നവരുണ്ട്, ഫീൽഡിൽ പോകും, ഡയറി എഴുതാത്തവരുണ്ട്, വർക്ക് ചെയ്യും പക്ഷേ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. ഇത്തരം പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഡയറി പരിശോധിക്കുക എന്ന് വെച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തുക എന്നുള്ള ആ ഒരു ഡോക്യുമെൻറ്റേഷൻ കറക്റ്റായിട്ട് പോകണം. എന്നാൽ നിർദ്ദേശം കർശനമായി നടപ്പാക്കിയാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യത്തിലും നിയമമനുസരിച്ച് മാത്രമേ ജോലി തുടരാനാകൂ എന്ന നിലപാടിലാണ് പബ്ലിക് ഹെൽത്ത് നഴ്സ് വിഭാഗം ജീവനക്കാർ. ഞങ്ങൾ ഓർഡർ അനുസരിച്ചുള്ള പണി മാത്രമേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് കേന്ദ്ര ഫണ്ട് കിട്ടുന്നതിനെ അങ്ങനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ലെങ്കിൽ അത് താഴെത്തട്ടിൽ നടത്തേണ്ട പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചേക്കും. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കുട്ടികളുടെ ജന്മനാലുള്ള ശ്രവണ വൈകല്യം കണ്ടെത്തുന്നതിന് ഒരു ഉപകരണം കണ്ടെത്തി ഗവേഷകർ. ചെലവ് കുറഞ്ഞ, എളുപ്പം ഉപയോഗിക്കാവുന്ന പുതിയ ഉപകരണത്തിന് സോഹം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ലോകത്ത് 8 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും ശ്രവണ വൈകല്യവുമായി ജനിക്കുന്നത്. അതിൽ ഏകദേശം 1 ലക്ഷത്തോളം പേർ ഇന്ത്യയിൽ നിന്നാണ്. ജന്മനാലുള്ള ശ്രവണ വൈകല്യം തിരിച്ചറിഞ്ഞാൽ അത് പിന്നീട് കുട്ടികളുടെ ഭൗതികമായ വികാസത്തിൽ വരെ നിർണായകമായ സഹായമായിരിക്കും ചെയ്യുക. കുട്ടികളുടെ ആശയവിനിമയത്തിനുള്ള കഴിവിനെയും മാനസിക വളർച്ചയെ വരെ ബാധിക്കുന്നതാണ് കേൾവിക്കുണ്ടാകുന്ന തകരാർ. ഇന്ത്യ പോലുള്ള അവികസിത രാജ്യങ്ങളിൽ ഭൂരിപക്ഷം ആശുപത്രികളിലും ജന്മനാ തന്നെ കുട്ടികളിലുണ്ടാകുന്ന വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള സൗകര്യമില്ല. ഏകദേശം 2.6 കോടി കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ ജനിക്കുന്നത്. ഇവരിൽ 2% വരുന്നവരെയും സോഹം എന്ന് പേരിട്ടിരിക്കുന്ന ഉപകരണത്താൽ പ്രതിവർഷം പരിശോധിക്കാനാണ് തീരുമാനം. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപകരണം ശരീരത്തിനകത്ത് ഘടിപ്പിക്കേണ്ടതില്ല. അതിനാൽ തന്നെ നവജാത ശിശുക്കളെ വേദനിപ്പിക്കുകയോ മയക്കിക്കിടത്തുകയോ വേണ്ട. കുഞ്ഞിന്റെ നെറ്റിയിൽ ഘടിപ്പിക്കുന്ന സോഹത്തിന്റെ 3 ഇലക്ട്രോഡുകൾ പ്രത്യേക സ്ക്രീനിംഗ് ഡിവൈസുമായി ബന്ധിപ്പിച്ചാണ് പരിശോധന. ഇലക്ട്രോഡുകളെ ഉത്തേജിപ്പിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ കേൾവിക്ക് സഹായിക്കുന്ന ഭാഗത്തു നിന്ന് പ്രത്യേക പൾസുകൾ സൃഷ്ടിക്കപ്പെടും. ഇതിനെയാണ് ഡിവൈസ് വഴി വിശകലനം ചെയ്യുക. മസ്തിഷ്കത്തിൽ നിന്ന് സിഗ്നലുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ കുട്ടിക്ക് കേൾവി പ്രശ്നമുണ്ടെന്ന് ഉറപ്പിക്കാം. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ്, UK നാഷണൽ ഹെൽത്ത് സർവീസസ് എന്നിവ അംഗീകരിച്ച രീതി കൂടിയാണ് ഇത്. രാജ്യത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും വൈകാതെ ലഭ്യമാക്കാൻ സാധിക്കുമെന്നതാണ് സോഹത്തിന്റെ ഗുണം. ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ ഉപകരണം വഴി പരിശോധിക്കേണ്ടതും നിർബന്ധമാക്കും. ഇതിനോടകം തന്നെ 5 പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയ ഈ ഉപകരണം പൂർണ്ണമായും ഇന്ത്യയുടെ സൃഷ്ടിയാണ്. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. ആരോഗ്യ വാർത്തകൾ വീണ്ടും. എയ്ഡ്സിനുള്ള വാക്സിൻ വികസിപ്പിച്ചെടുത്തു. വാക്സിൻ നിർമ്മിച്ചത് പശുവിന്റെ ശരീരത്തിലെ പ്രതിരോധ ദ്രവ്യത്തിൽ നിന്ന്. കുട്ടികളുടെ ജന്മനാലുള്ള ശ്രവണ വൈകല്യം കണ്ടെത്തുന്നതിന് ഒരു ഉപകരണം കണ്ടെത്തി ഗവേഷകർ. പബ്ലിക് ഹെൽത്ത് നഴ്സുമാർക്ക് ഗ്രേഡിംഗ് ഏർപ്പെടുത്താനുള്ള നീക്കം. സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടി പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനത്തിന്റെ താളം തെറ്റിച്ചേക്കും. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrthatv സന്ദർശിക്കുക.
ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.